ശബരിമല ക്ഷേത്രത്തിൽ വളരെ വിപുലമായ ചടങ്ങുകൾ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അതെ 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 അതായത് ഈ മകരസംക്രമം എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം സൂര്യരശ്മികൾ ഏറ്റവും മികച്ച രീതിയിൽ പതിക്കുന്ന സമയം എന്ന നിലയിലാണ് ഈ ദിവസത്തെ അടയാളപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ അത് പൊങ്കൽ എന്ന നിലയിൽ ആചരിക്കുന്നു. നമ്മുടെ നാട്ടിൽ മകരവിളക്കുമായി ബന്ധപ്പെട്ട മഹോത്സവമാണ്. ഇനി ഉത്തര ഭാരതത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഗംഗാ നദി പോലെയുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നദീതീരങ്ങളിൽ ലക്ഷക്കണക്കിന് ഭക്തർ സ്നാനം നടത്തുകയാണ്. അപ്പോൾ മകരസംക്രമ ദിനം എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഹിന്ദുത്വത്തെ സംബന്ധിച്ചിടത്തോളം, ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ദിനമാണ്. നേരെ നമുക്ക് തലസ്ഥാനത്തേക്ക് പോകാം. അനന്തപുരിയിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുകൾക്ക് ഇന്ന് പരിസമാപ്തി കുറിക്കുകയാണ്. അവിടെ മുറജപവും 6 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മുറജപവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾക്ക് പരിസമാപ്തി കുറിക്കുന്നത് ലക്ഷദീപം തെളിയിച്ചുകൊണ്ടാണ്. ഏതാണ്ട് 15,000-ഓളം ഭക്തർ ഈ ചടങ്ങിന്റെ ഭാഗമാകും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, ഞങ്ങൾ നിൽക്കുന്നത് ശബരിമല സന്നിധാനത്താണ്. ദിസ്നയുള്ളത് ഇപ്പോൾ അനന്തപുരിയിൽ ശ്രീപത്മനാഭന്റെ സന്നിധിയിലാണ്. അവിടെ മുറജപവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾക്ക് ഇന്ന് പരിസമാപ്തി കുറിക്കുന്നു. എത്രത്തോളം വിപുലമായ ആഘോഷങ്ങളാണ് അവിടെ നടക്കുന്നത്? പറയും. തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ അയ്യന്റെ മണ്ണിൽ മകരജ്യോതി തെളിയുമ്പോൾ ഇന്നിവിടെ അനന്ത പത്മനാഭന്റെ മണ്ണിൽ ലക്ഷദീപങ്ങൾ തെളിയുമെന്നതാണ്. ഏറെ ആവേശത്തോടുകൂടി അതോടൊപ്പം തന്നെ വലിയൊരു വിശ്വാസത്തോടു കൂടിയാണ് നിരവധി ആളുകൾ ഈ സന്നിധിയിൽ എത്തുന്നത് എന്ന് തന്നെയാണ്. രാവിലെ തൊട്ട് വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നമുക്കറിയാം 56 ദിവസം നീണ്ടുനിന്ന മുറജപ വേദമന്ത്രങ്ങൾക്കാണ് ഇന്ന് പരിസമാപ്തി ഉണ്ടാകുന്നത്. ഈ സമാപനത്തിന്റെ ഭാഗമായാണ് ക്ഷേത്രത്തിൽ ലക്ഷം ദീപങ്ങൾ ശോഭിക്കുന്നത് എന്ന് തന്നെയാണ്. അത് കാണേണ്ടത് ഒരു അപൂർവ കാഴ്ചയാണ്. അതോടൊപ്പം തന്നെ ഏറെ വിസ്മയകരമായ ഒരു കാഴ്ച കൂടിയാകുകയാണ്. ഗൗതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും വിശ്വാസം മുറുകെ പിടിക്കുന്ന ഒരു നഗരം തന്നെയാണ് തിരുവനന്തപുരം, അനന്തപുരി എന്ന് പറയുന്നത്. ആ കാഴ്ചകൾ ഏറെ മനോഹരമാണ് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാത്രി 8:30 ഈ മകരശീവേലി നടക്കുക. ശ്രീപത്മനാഭസ്വാമിയെ തങ്കഗരുഡ വാഹനത്തിലും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി, തെക്കേടത്ത് നരസിംഹമൂർത്തി എന്നിവരെ വെള്ളി വാഹനങ്ങളിലും എഴുന്നള്ളിക്കും. തുടർന്ന് ശീവേലിക്ക് ക്ഷേത്രം സ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മ അകമ്പടി പോകുകയും ചെയ്യും. ലക്ഷദ്വീപത്തിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ളത്. ഈ ശീവേലി തൊഴാൻ 15,000 പേരെയാണ് അനുവദിക്കുക എന്നത് തന്നെയാണ്. ഓൺലൈൻ പാസ് മുഖേനയാണ് ഇത്തരത്തിലൊരു അനുമതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ QR കോഡ് സ്കാൻ ചെയ്താണ് ഇത്തരത്തിൽ പ്രവേശനം എന്നതും പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ക്രമീകരണത്തിലേക്കാണ് കടന്നിട്ടുള്ളത് എന്ന് തന്നെയാണ്. ക്ഷേത്രത്തിലെ 4 നടകൾ വഴിയാണ് ഭക്തരെ കടത്തിവിടുക. എന്തായാലും പോലീസിന്റെയും മറ്റ് അധികൃതരുടെയും ഒക്കെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങളൊക്കെ തന്നെയും സജ്ജമായി കഴിഞ്ഞു എന്നത് തന്നെയാണ്. ഈ ശീവേലിപ്പുരയിൽ 26 സ്ഥലങ്ങളിലായി ഭക്തർക്ക് ഇരിപ്പിടം ഉണ്ടാകും എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷത. വൈകുന്നേരം 4:30 മുതൽ 6:30 വരെയാണ് ക്ഷേത്രത്തിനകത്ത് ഈ പ്രവേശിക്കുവാൻ സമയം അനുവദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 6 വർഷങ്ങൾക്കിപ്പുറമാണ് ഇത്തരത്തിലൊരു സവിശേഷമായ ചടങ്ങ് ഇവിടെ നടക്കുന്നത്. നവംബർ 20-നാണ് മുറജപം ആരംഭിച്ചത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഗൗതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അയ്യന്റെ മണ്ണിൽ മകരജ്യോതി തെളിയുമ്പോൾ ഇവിടെ ഇന്നിതാ ഈ അനന്ത പത്മനാഭന്റെ മണ്ണിൽ ലക്ഷം ദീപങ്ങൾ തെളിയും. അത് കാണുന്നവർക്കും അതോടൊപ്പം തന്നെ ഭക്തി നിർഭരമായ ഒരു കാഴ്ചയിലേക്ക് തന്നെയാണ് അത് കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ അത്തരത്തിൽ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള ഒരു സന്തോഷത്തിന്റെ ഒരു അപൂർവ നിമിഷത്തിന് ഇനി സാക്ഷ്യം വഹിക്കാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഗൗതം.